ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അതായത് ഒരു ടോപ്പിൽ നിന്ന് എങ്ങനെ ബോഡി മെഷർമെൻറ്റ്സ് എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കൂ. അപ്പൊ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണിത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് ഇതുപോലെ ഒരു പേപ്പറിൽ നമ്മൾ വെട്ടാൻ എടുക്കുന്ന നേരത്ത് ഇതുപോലെ തന്നെ ഒരു പേപ്പറിലായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടുക. അങ്ങനെ അതായത് നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന നേരത്ത് ഇതുപോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ ചെസ്റ്റിന്റെ ആ ഭാഗം അതുപോലെ തന്നെ ബസ്റ്റിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെഷർമെന്റ്സ് ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇതേപോലെ മാർക്ക് ചെയ്തിടുക. ഇപ്പൊ ഞാനിവിടെ ഫുൾ ലെങ്ത് 41.5 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ചെസ്റ്റ്, അതായത് നമ്മളൊരു ക്ലോത്ത് കറക്റ്റ് ആയിട്ട് വിരിച്ചിടുമ്പോൾ നമ്മൾക്ക് ഒരു സൈഡിലെയാണ് നമ്മൾ എടുക്കുക മെഷർമെന്റ്സ് അല്ലെ. അപ്പൊ അങ്ങനെ എടുത്തിരിക്കുന്ന, അതായത് ആം ഹോളിന്റെ ആ ഭാഗത്ത് എടുത്തിരിക്കുന്ന മെഷർമെന്റ് 21.5 ആണ്. 21.5 കഴിഞ്ഞിട്ട് ഞാൻ ഒരു 9.5 ഇഞ്ച് ഇറക്കിയിട്ട് ഞാൻ അവിടുത്തെ മെഷർമെന്റ് എടുത്തപ്പോൾ അവിടെ 21 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഓരോ മെഷർമെന്റ്സും നമ്മൾ എടുത്ത് പോവുക. അതുപോലെ വേസ്റ്റിന്റെ അവിടുത്തെ ലെങ്ത് എടുക്കുമ്പോൾ അവിടുത്തെ ഇറക്കം 14 ഇഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് 19.25 അതുപോലെ തന്നെ സ്ലിറ്റിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഷോൾഡർ ടു സ്ലിറ്റ് 20.25 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഷോൾഡർ തൊട്ടിട്ട് സ്ലിറ്റ് വരെയുള്ള ഇറക്കം എന്ന് പറയുന്നത്. അവിടുത്തെ വൈഡ് എന്ന് പറയുന്നത് 22.25. എന്നിട്ട് അതുപോലെ തന്നെ വേസ്റ്റിന്റെയും ഹിപ്പിന്റെ ഇടയിലൊരു അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ 20.5 ഇഞ്ചാണ് എനിക്ക് ഒരു ഭാഗത്തെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങളിപ്പോൾ ഒരു മെഷർമെന്റ്, അതായത് നിങ്ങളുടെ ആയാലും ഇതേപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾക്കത് ഇനി മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആം ഹോൾ വന്നിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അതെല്ലാം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മെഷർമെന്റ്സ് എടുക്കേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസ്, അതായത് എൻ്റെ ഹോം പേജിൽ പോയിട്ട് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസിൽ നമുക്ക് കാണാം. വീഡിയോസ് എന്നുള്ള അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും. ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ലൈനിങ് തുണിയാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ ലൈനിങ് തുണിയാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് തുണി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ തുണിയെ ആദ്യം രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കി ഇതുപോലെ തന്നെ ഞാൻ അയൺ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടായിട്ട് മടക്കിയിട്ട് ഫുള്ളായിട്ട് അയൺ ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ വീണ്ടും സെൻറ്റർ മടക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ 4 ഫോൾഡ് കണ്ടല്ലോ, ഇങ്ങനെയാണ് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന ഭാഗം. അതാണ് 4 ഫോൾഡ് ആക്കിയിട്ട് ഇടുക എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ സെൻറ്റർ മടക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത ഭാഗം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഇടുക. അപ്പൊ ഈ ഫോൾഡിങ് വരുന്നത് നമ്മുടെ ഭാഗത്തേക്കായിരിക്കണം കേട്ടോ. സെൻറ്റർ ഫോൾഡ് വരുന്നത് നമ്മുടെ ഭാഗത്തേക്കായിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കുക. ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഓപ്പൺ സൈഡ് നമുക്ക് നമ്മുടെ നേരെ ഇട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ട് വരില്ലേ. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾക്ക് നേരെയായിട്ട് ഇടുക. എന്നിട്ട് ഞാൻ ലെങ്ത് ഈ താഴെ നിന്നാണ് ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത്. കാരണം ആ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളത്ര ലെങ്ത് എടുത്താൽ മതിയല്ലോ. അപ്പൊ ആദ്യം ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സീം അലവൻസ് ആയിട്ട് വേണ്ട 1.5 ഇഞ്ച് ഞാൻ ആദ്യം മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ലെങ്ത് എത്രയാണ് ലെങ്ത് വന്നിട്ടുള്ളത്, 41.5 ഇഞ്ചാണ്. അപ്പൊ ആ 41.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ആദ്യം സീം അലവൻസ് മാർക്ക് ചെയ്തു, എന്നിട്ട് കറക്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി അവിടെ ഞാൻ മടക്കിയെടുക്കുകയാണ്. ഇനി ഈ ഭാഗമാണ് ഞാൻ മടക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾക്ക് ഇത്രയും തുണി നമ്മൾക്ക് ബാക്കി വരുന്നുണ്ട്. കാരണം ഇത്രേ വേണ്ടോ, നമുക്ക് ആവശ്യമുള്ള തുണി എന്ന് പറയുന്നത് ഇത്രേ വേണ്ടു. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ആവശ്യമുള്ള തുണി മാത്രം ആക്കിയെടുക്കുക കേട്ടോ. അപ്പൊ താഴ്ഭാഗം ഇനി ലെവലല്ല എന്നുണ്ടെങ്കിൽ ലെവൽ ചെയ്തിട്ടൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ആദ്യം ഇതുപോലെ ഒരു എൽ സ്കെയിലോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവല് തന്നെ കിട്ടും നമുക്ക്. ആ ലെവലിനനുസരിച്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിടാം. ഇനി ഞാൻ ആദ്യം ഷോൾഡർ ഭാഗം മാർക്ക് ചെയ്യാണ്. ഷോൾഡർ വന്നിട്ടുള്ളത് 6.5 ഹാഫ് ഷോൾഡർ എനിക്ക് വന്നിട്ടുള്ളത് 6.5. ആ 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്.
6.5 ഇഞ്ച് ആദ്യം ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ആദ്യം തന്നെ ഒരു ലൈൻ വരച്ചിടുകയാണ്. അപ്പോൾ ഈ ലൈനൊന്നും ഇങ്ങനെ വളഞ്ഞു പോവാതിരിക്കാൻ ഇതേപോലത്തെ ഒരു സ്കെയിൽ സെറ്റ് സ്ക്വയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 1/4 ഇഞ്ച് എനിക്ക് 1/4 ഇഞ്ചും ഒരു പോയിന്റും എനിക്കത് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് അതിന് ശേഷം ഞാൻ വീണ്ടും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോളായിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കഴുത്തിൻ്റെ വിടുത്ത് നോക്കിയതിന് ശേഷം നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2.25 ഇഞ്ചിലാണ് വിടുത്ത് വെക്കുന്നത്. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അവിടെ നിന്ന് ഇതേപോലെ തന്നെ കറക്റ്റ് ഈ വരയോട് തന്നെ ചേർത്തിട്ട് നമ്മൾ താഴേക്ക് വരച്ചിടുകയാണ്. 6.5 നമ്മൾ വരച്ചിട്ടിട്ടില്ലേ, ഈ ഭാഗത്തേക്ക് നമ്മൾ സ്ക്വയർ ഡൗൺ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ലൈനിലായിട്ട് നമ്മൾ ജസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. ജസ്റ്റ് എനിക്ക് ഇവിടെ 21.5 വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 21.5 എന്ന് പറയുമ്പോൾ 21.5യുടെ പകുതി എന്ന് പറയുന്നത് അപ്പോൾ 10.25 നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. 10.25 കേട്ടോ. ഇവിടെയാണ് നമ്മളെ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 10.25. അവിടെ നിന്ന് ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലൈനും ഇതുപോലെ തന്നെ നീട്ടി വരയ്ക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇവിടെ ആം ഹോൾ വരച്ചെടുക്കാം. ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗം വെക്കുന്നുണ്ട്, കർവ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും കർവ് വെക്കുന്നുണ്ട്. ഈ ലൈനിലായിട്ടും ആദ്യം ഈ കർവിൻ്റെ ഈ ഭാഗം വെക്കുക. അതായത് ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് മാറിയിട്ട് കേട്ടോ, 1/2 ഇഞ്ച് മാറിയിട്ട് വേണം ഈ ആം ഹോൾ കർവിൻ്റെ ഈ ഭാഗം വെക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ ഇവിടെയായിട്ടും ആം ഹോൾ കർവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുക നമ്മൾ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ബസ്റ്റിനനുസരിച്ച് ആം ഹോൾ കർവ് വരിക ഇങ്ങനെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ കർവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. കറക്റ്റ് ഇവിടെ പോയിന്റ് വെക്കുക. അതുപോലെ തന്നെ ഇവിടെയും പോയിന്റ് വെക്കുക. അപ്പോൾ ഈ ലൈനിലേക്ക് നമുക്ക് വരയ്ക്കാനുള്ള ഗ്യാപ്പ് വിടണം. എന്നിട്ട് നമ്മൾ ആം ഹോൾ കർവ് ഇവിടെ മുട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ അങ്ങോട്ട് പോയില്ലേ, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ഒരു ഭാഗം വരയ്ക്കാനുള്ളത് വേണം. എന്നിട്ട് ഇവിടേക്കും മുട്ടിച്ച് വെക്കുക. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വേറെ ഒന്നും നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടതില്ല. കറക്റ്റായിട്ട് തന്നെ ഈ ബസ്റ്റിനനുസരിച്ച് നമുക്ക് ആം ഹോൾ കർവ് കിട്ടും. ഇനി ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9.5 ഇഞ്ചിലാണ് എനിക്ക് 21 ഇഞ്ച് വരുന്നതെന്ന് പറഞ്ഞില്ലേ. ആ 9.5 ഇഞ്ച്, അതായത് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ ഷോൾഡർ അടിക്കാനുള്ള ഭാഗം വിട്ടിട്ട് അവിടെ നിന്നാണ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ആ 9.5 ഇഞ്ചിൽ 21 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ 21ൻ്റെ പകുതി 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പം ഇങ്ങനെ ഓരോ മെഷർമെൻറ്റ്സും നമ്മൾ ഒരു അളവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെയാണെങ്കിലും ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ 14 ഇഞ്ചിലാണ് ഞാൻ എൻ്റെ വേസ്റ്റ് അളവ് എന്ന് പറഞ്ഞു അല്ലേ. ആ വേസ്റ്റ് അളവും 1/2 ഇഞ്ച് വിട്ടിട്ട് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ 19.25 വരുന്നത്. അപ്പോൾ 9.25.1 എൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അവിടെ കണ്ടല്ലോ, ഇങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത്, അപ്പോൾ ഇവിടേക്ക് ഒന്ന് നീട്ടി വരച്ചിടുക കേട്ടോ. ഇവിടേക്കും ഒരു ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിടുക. കാരണം അവിടെ നമ്മൾക്ക് നോച്ചിടാനുള്ളതാണ്. ഈ ഭാഗങ്ങളൊക്കെ നോച്ചിട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് നമ്മളെ സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ്. സ്ലിറ്റിൻ്റെ ലെങ്ത് വരുന്നത് 20.25 വരുന്നത്. അവിടെ നിന്ന് 1/2 ഇഞ്ച് മാറിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഷോൾഡർ അടിക്കാനുള്ള ഭാഗമാണ് ഈ 1/2 ഇഞ്ച് വിടുന്നത് കേട്ടോ. 1/2 ഇഞ്ച് വിടാതെ നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറില്ലേ. അപ്പോൾ ആ 20.25 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഞാൻ മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് മാറ്റിയിട്ട് 20.25 വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് ചെയ്തിടാം. ഇനി അവിടുത്തെ അളവ് എന്ന് പറയുന്നത് 22.25 അപ്പോൾ എനിക്ക് 11.1 11.1 ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ വിഡ്ത്ത്, അതായത് ഇത് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ വരുന്ന വിഡ്ത്താണ് 22.25. അപ്പം ഞാനിവിടെ 11.1 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി താഴത്തെ റൗണ്ട്
ഈ ഭാഗത്തെ റൗണ്ട് എനിക്ക് 26 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തെ റൗണ്ട് വരും 26 ഇഞ്ച്. അപ്പോൾ അത് ഞാൻ 13 ഇഞ്ചിലിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 26 വരുമ്പോൾ 13 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്, ഈ സ്ലിറ്റിന്റെ ഭാഗം. ഇനി ഞാൻ ഇവിടെ നിന്നൊരു 3 ഇഞ്ച് കയറിയിട്ടാണ് ഇനി അടുത്ത മാർക്കിങ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോയിന്റ് വന്നിട്ടുള്ളത് 20 ഇഞ്ചാണ്. അപ്പൊ ഞാൻ അവിടുത്തെ മാർക്കും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. 10 ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു മെഷർമെന്റ് കറക്റ്റ് ആയി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമുക്കത് നീറ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പൊ ചിലപ്പോൾ വയറിന്റെ ഭാഗം നമ്മൾക്ക് അറിയാതെ നമ്മൾ ചിലപ്പോൾ ലൂസ് കൂടുക അങ്ങനെയൊക്കെ വരില്ലേ. അപ്പൊ അതിനേക്കാളും നല്ലത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഓരോ പോയിന്റും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഹിപ്പ് കർവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് വരും. ഇത് ഇങ്ങനെ വെക്കുക. ഇത് കണ്ടല്ലോ, ബസ്റ്റിന്റെ പോയിന്റ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇതുപോലെ ഹിപ്പ് കർവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വരയ്ക്കാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ടാണ് എപ്പോഴും ഈ ഒരു ഭാഗം വരയ്ക്കേണ്ടത്. സ്ലിറ്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് സ്കെയിൽ വെക്കുക, എങ്കിൽ മാത്രമാണ് നമുക്ക് സ്ലിറ്റ് നല്ല നീറ്റായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ ഒന്നും അളവൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ ഒരു ടാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് വരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളെ വർക്ക് നമ്മളെ നീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് എപ്പോഴും. മനസ്സിലായല്ലോ? ഇത് വെച്ചിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മെഷർമെന്റ്സ് ഒക്കെ ആയി. ഇനി എനിക്ക് വേണ്ടത് ബാക്കിലൊരു ഡാർട്ട് വരുന്നുണ്ട്. അതിനുള്ള മെഷർമെന്റ് ഞാനിവിടെ ബാക്കിലത്തെ പീസിന് ഞാൻ കൂട്ടിയിടും. ഫ്രണ്ടിലത്തെ പീസ് സാധാരണ രീതിയിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ 1.25 ഇഞ്ചാണ് ഞാനിവിടെ സീം അലവൻസ് കൊടുക്കുന്നത്. ഈ ഭാഗത്ത് 1.25 ഇഞ്ച് വരുന്നുണ്ട്. ഇവിടേക്കൊക്കെ നമ്മൾ 1 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. ഇങ്ങനെ സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്കിവിടെ ഡാർട്ട് വേണമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു 1/4 ഇഞ്ചിൽ ഡാർട്ട് ഇടുമ്പോൾ 1/2 ഇഞ്ച് എനിക്കിവിടെ കൂടുതൽ വേണം. ബാക്കിൽ മാത്രമാണ് ഈ ഒരു ഡാർട്ട് ഞാൻ ഇടുന്നുള്ളൂ. അപ്പൊ ആ ബാക്കിലെ പൊസിഷൻ ഇതേപോലെ കട്ട് ചെയ്യണം, കൂടുതൽ ഇട്ടിട്ട് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് വേസ്റ്റിന്റെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഡാർട്ട് ഇടുക. അപ്പൊ അവിടെ മാത്രം ആ ഒരു 1/2 ഇഞ്ച് ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് ഇടുന്നുണ്ട്. 1/2 ഇഞ്ച് വേണമെന്നില്ല, 1/4 ഇഞ്ച് ഒരു പോയിന്റ് ആയാലും മതി. തടിയുള്ളവർക്കൊക്കെ 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു പോയിന്റ് 1/4 ഇഞ്ച് ഒരു പോയിന്റും കൊടുത്താൽ മതി കേട്ടോ. ഇനി അവിടെ ഇതുപോലെ തന്നെ ഞാൻ ആം ഹോൾ കർവ് വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. ആം ഹോൾ കർവ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് വരും. വേറെ ഒരു മെഷർമെന്റ്സ് നമുക്ക് ഇവിടെ നോക്കേണ്ടതില്ല, കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. നമ്മൾ ബാക്ക് വെട്ടുമ്പോൾ ആദ്യം തന്നെ ഈ ബാക്കിന്റെ പോർഷനിൽ ഈ ഭാഗം ആദ്യം തന്നെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കണ്ടല്ലോ, ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ്. ബാക്കിൽ ഡാർട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം 1/2 ഇഞ്ച് കൂടുതൽ ഇടണം കേട്ടോ. ഈ ഭാഗത്തും നമ്മളിവിടെ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ നോച്ചസ് ഇടാൻ മറക്കരുത്. ഇവിടെ ആദ്യം ബാക്കിലത്തെ നോച്ച് ഇടുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് കണ്ടല്ലോ, ഫ്രണ്ട് പോർഷനിൽ ഈ പീസ് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഫ്രണ്ട് പോർഷനിൽ ഡാർട്ട് ഇടുന്നുണ്ട് വെച്ചെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇനി അവിടെ നോച്ചിടുക.
അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുകയാണ്. അപ്പം ഞാൻ മെയിൻ പീസ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാക്ക് ലൈനിങ് വെച്ചിട്ടാണ്, ബാക്കിലെ ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ മെയിൻ പീസ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൈ ആം ഹോൾ വെട്ടിയ ഭാഗം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യരുത്. രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് മാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ലാത്ത പക്ഷം രണ്ടും സെപ്പറേറ്റ്. ഇപ്പോൾ ആം ഹോൾ രണ്ടാം ഹോൾ കുഴിച്ച് വെട്ടിയ പീസ് ഉണ്ട് വെച്ചെങ്കിൽ അത് ഫ്രണ്ട് പീസിൽ വെക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസും രണ്ടും വേറെ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇതേപോലത്തെ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഡിസൈൻ ഉള്ളതാണെങ്കിൽ ഇതേപോലെ നമ്മൾ സെൻറ്ററിലേക്ക് ആ ഡിസൈൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം തുണി ഫോൾഡ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? ഇതേപോലെ കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇടേണ്ടതാണ് കേട്ടോ. അതല്ലാന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ അല്ലാതെ വരുമ്പോൾ എന്തായിരിക്കും, ആ ഗാർമെന്റിന് ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്രണ്ടിൽ ഡിസൈൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നെക്ക് ഡിസൈനൊക്കെ ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവ് ഞാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത ആ സെയിം മെത്തേഡിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഹോം പേജിൽ പോയിട്ട് വീഡിയോസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. എന്നിട്ട് ബോഡി മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡൗട്ടും ഇല്ലാണ്ട് നിങ്ങൾക്കത് കട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വീണ്ടും കാണാം. താങ്ക് യു.